ഹായ്, ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാനിക്യൂർ റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മുടെ കൈ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ആ ഒരു പെട്ടെന്നൊരു ടാനിങ് കരിവാളിപ്പൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പോലെയാണ് ഞാൻ ഈ ഒരു റുട്ടീൻ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഷാമ്പൂ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാപ്പിപ്പൊടിയാണ് മിക്സ് ചെയ്തേക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് എല്ലാം നക്കിൾസും മറ്റ് എല്ലായിടും ഉള്ളിൽ ഭാഗത്തും പുറമേയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നഖം ഞാൻ കുറച്ച് വളർത്തി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിൽ അഴുക്ക് ഇങ്ങനെ കയറി ജാമാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് അപ്പുറം ഇപ്പുറവും നന്നായിട്ടൊന്ന് നെയിലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഇനി ഒരു പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഉരുളൻകിഴങ്ങും ഈ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, ലെൻറ്റിൽസ്, അത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കയ്യിൽ മൊത്തം അപ്ലൈ ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഇത് ഓൾമോസ്റ്റ് സെമി ഡ്രൈ ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. ഇത് നല്ലൊരു എക്സ്ഫോലിയേറ്റിംഗ് ആണ്. നല്ല രീതിയിൽ തന്നെ ആ ഡെഡ് സ്കിൻ മറ്റു കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ, ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ എടുത്തിട്ട് കൂട്ടത്തിൽ ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്തത്. സോ ദാറ്റ് നന്നായിട്ട് ഒരു ഇറ്റ് പ്രൊവൈഡ്സ് എ റിയലി ഒരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ കൊടുക്കും. ബിക്കോസ് ഒലീവ് ഓയിൽ നല്ല രീതിയിൽ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓയിലാണ്. സോ അത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് ഉള്ളിലൊക്കെ നന്നായിട്ട് ഉള്ളം കയ്യിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ആൻഡ് ഫൈനലി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് പോലെ ഞാൻ ചെയ്യുന്നത് ഈ ഗ്ലൗവില്ലേ, ഗ്ലൗ ഇങ്ങനെ 2 കയ്യിലും ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 15-20 മിനിറ്റ് എങ്കിലും ഈ ഒരു എക്സ്ട്രാ കാര്യം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.